ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒന്ന് അൽ അറബുൽ ബാഇദ എന്നറിയപ്പെടും. മറ്റൊന്ന് അൽ അറബുൽ ആരിബ. മൂന്നാമത്തേത് അൽ അറബുൽ മുസ്തഅരിബ. അറബുൽ ബാഇദ എന്ന് പറയുന്നത് നമ്മൾ ഖുർആനിലൂടെ ഒക്കെ കേട്ടിട്ടുള്ള ആദ്, ഇറം, സമൂദ് പോലുള്ള ഇന്ന് ലോകത്ത് ബാക്കി ആയിട്ടില്ല എന്ന് വിചാരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ്. അവരുടെ പരമ്പരകളൊന്നും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല. പക്ഷെ അവരും അറബികളായിരുന്നു. അതിനെയാണ് അൽ അറബുൽ ബാഇദ എന്ന് പറയാം. രണ്ടാമത്തേത് അവരാണ് ശരിയായ അറബികൾ, അൽ അറബുൽ ആരിബ. അറബുൽ ആരിബ യമൻകാരാണ്. യമനിൽ താമസിച്ചിരുന്ന അറബികളെയാണ് ശരിയായ അറബികളായിട്ട് പരിചയപ്പെടുത്തപ്പെടുന്നത്. അവർക്ക് കഹ്താനികൾ എന്നും ഒരു പേരുണ്ട്. കഹ്താന്, അദ്നാൻ, ഇത് അറബികളുടെ രണ്ട് ഒരു ഗ്രൂപ്പുകളായിട്ട് അറിയപ്പെടുന്നു. ഈ അറബുൽ ആരിബയാണ് കഹ്താനികൾ എന്ന് പറയുക. അവരാണ് ശരിയായ അറബി ഭാഷയുടെ ആൾക്കാർ, ശുദ്ധമായ അറബി സംസാരിച്ചിരുന്ന അറബി കൈകാര്യം ചെയ്തിരുന്ന വിഭാഗം. മറ്റൊന്ന് അറബുൽ മുസ്തഅരിബയാണ്. വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ അറബികൾ അല്ലാതിരുന്ന, പിന്നീട് അറബികളായി മാറിയവർ, അവരാണ് അറബുൽ മുസ്തഅരിബ. അവർക്ക് അദ്നാനികൾ എന്നും ഒരു പേരുണ്ട്. അദ്നാനികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂർവിക പിതാമഹനാണ് അദ്നാൻ. ആ അദ്നാനിലേക്ക് ചേർത്തിട്ട് അദ്നാനികൾ എന്നും അവരെക്കുറിച്ച് പറയാറുണ്ട്. ശരിക്കും അവർ അറബികളല്ല. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെയാണ് മക്കയിൽ ജനവാസം ആരംഭിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. ഇന്നത്തെ നമുക്ക് ലഭ്യമായ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മക്കയിൽ ജനവാസം ആരംഭിക്കുന്നത് ഇസ്മായിൽ നബിയിലൂടെയാണ്. ഇസ്മായിൽ നബിയുടെ ഉപ്പ ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബി ഇറാഖുകാരനാണ്. ഇറാഖിൽ നിന്നും ഇബ്രാഹിം നബി ഹിജ്റ ചെയ്തത് ഷാമിലേക്കാണ്, സിറിയയിലേക്കാണ്. സിറിയയിലാണ് ഇബ്രാഹിം നബിയുടെ സാറ എന്ന ഭാര്യയും ഇസ്ഹാഖ് എന്ന മകനുമുള്ളത്. സിറിയയിലാണ്. നമുക്കറിയാം ഇസ്ഹാഖ് നബി, ശേഷം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും പിന്നെ യൂസുഫ് നബി. ആ സംഘങ്ങളെല്ലാം വളർന്നത് എവിടെയാണ്? സിറിയയിലെ കൻആൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ കൻആനിൽ നിന്നും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി കഴിയുമ്പോഴാണ് യാക്കൂബ് നബിയും കുടുംബാംഗങ്ങളും എല്ലാം കൂടെ മിസ്രിലേക്ക് താമസം മാറുന്നത്. അപ്പോൾ ഷാമിൽ യാക്കൂബ് നബി അല്ലെങ്കിൽ ഇസ്ഹാഖ് നബി വാസം ആരംഭിക്കുന്നു. ഇബ്രാഹിം നബിയുടെ ഒരു മകനായ ഇസ്ഹാഖ് നബി ഷാമിൽ താമസം ആരംഭിക്കുന്നു. ഷാമിൽ നിന്നും യൂസുഫ് നബിയുടെ കാലഘട്ടത്തിൽ അവർ മിസ്രിലേക്ക് വരുന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടമാകുമ്പോൾ മിസ്രിലെ അവസ്ഥ ബനു ഇസ്രായേലിന് വളരെ ദുരിതപൂർണമാകുമ്പോൾ വീണ്ടും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെയുമായി വാഗ്ദത്ത ഭൂമിയായ ഷാമിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതാണ് ബനു ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാം. അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് മക്കയിൽ ആദ്യമായി നാം അറിഞ്ഞിടത്തോളം ജനവാസം തുടങ്ങിയതിൻ്റെ ചരിത്രം അവിടെ നിന്നാണ്. ഇസ്മായിൽ നബിയും അപ്പോൾ എന്തായിരിക്കും ഭാഷ? അറബി അല്ല, നമുക്കറിയാം. ഇറാഖാണ് അവരുടെ ജന്മദേശം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ വന്ന് താമസമാക്കിയതിന് ശേഷമാണ് ജുർഹൂം ഗോത്രത്തിൽപ്പെട്ട ഒരു സംഘം അവിടെ എത്തിയതും അങ്ങനെ അവരും അവിടെ താമസം ആരംഭിച്ചതുമൊക്കെ നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞാണ്. ഈ ജുർഹൂം ഗോത്രക്കാർ ശരിക്കും അറബികളാണ്, കഹ്താനികളാണ് അവർ.
അങ്ങനെ ഇസ്മായിൽ നബി എന്ന് പറയുന്ന അനറബിയായ വ്യക്തിയും ജുർഹൂം ഗോത്രക്കാരായ അറബികളും അവർ തമ്മിൽ ചേർന്ന് അവിടെ നിന്നും ഇസ്മായിൽ നബിയും ആ സംഘവും അറബി ഭാഷ പഠിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ അറബികളായി മാറുകയാണ്. അടിസ്ഥാനപരമായി അവർ അറബികളല്ല. അതുകൊണ്ടാണ് അവരെ അൽ അറബുൽ മുസ്തഅരിബ എന്ന് പറയുന്നത്. അറബികളായി മാറിയ ഒരു സംഘം. പക്ഷെ ഇന്നവർ അറബികളാണ്. ഇന്നും മക്ക പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ഒരു അറബികളാണ്, നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് അറബികളെ മൂന്നായിട്ട് തരംതിരിക്കുന്നത്: അറബുൽ ബാഇദ, അറബുൽ ആരിബ, അറബുൽ മുസ്തഅരിബ. ഈ അറബുൽ മുസ്തഅരിബയിലാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വംശാവലി എത്തി നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽക്ക് അദ്നാൻ വരെയുള്ള 20 പിതാമഹന്മാർ, ആ അദ്നാനിലേക്ക് ചേർത്തിട്ട് അറബുൽ മുസ്തഅരിബയ്ക്ക് അദ്നാനികൾ എന്നും ഒരു പേര് പറയാറുണ്ട്. മറ്റതിനെ കഹ്താനികൾ എന്ന് പറയാറുള്ളത് പോലെ. ഭാഷാപരമായ അവരുടെ നൈപുണ്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭാഷാപരമായ കഴിവുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ അദ്നാൻ, കഹ്താൻ പോലുള്ള പേരുകൾ നമ്മൾ ഈ ഭാഷാ ഗ്രന്ഥങ്ങളിൽ ഒരുപക്ഷെ ധാരാളമായി കേൾക്കാൻ സാധ്യതയുള്ള പേരുകളാണ് അദ്നാനും കഹ്താനും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ നമ്മൾ പറഞ്ഞതുപോലെ അദ്നാൻ വരെ 20 പേരാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വളരെ കൃത്യമായ പരമ്പരയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സംശയമില്ലാത്ത പരമ്പരയാണ്. അദ്നാൻ മുതൽക്ക് ഇസ്മായിൽ അലൈഹിസ്സലാം വരെയുള്ള പരമ്പരകളും നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. റഹീഖുൽ മഖ്തൂമിൽ സഫീർ റഹ്മാൻ മുബാറക്പൂരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ആദൻ നബി അലൈഹിസ്സലാം വരെയുള്ള കുടുംബ പരമ്പരകൾ ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ആദൻ നബി വരെയുള്ള ഓരോരുത്തരുടെയും പേരുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ 20 പേരുടെ കാര്യത്തിൽ തർക്കമില്ലാത്തതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്നാൻ മുതൽക്ക് ഇസ്മായിൽ നബി വരെ ഉള്ളത് 40 പേരായിട്ടാണ് നമുക്ക് റഹീഖുൽ മഖ്തൂമിൽ കാണാൻ കഴിയും. 40 പേരാണ് അദ്നാൻ മുതൽ ഇസ്മായിൽ നബി വരെ. ഇസ്മായിൽ നബി മുതൽക്ക് അവിടെ നിന്ന് അങ്ങോട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി കഴിഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുതൽക്ക് നൂഹ് നബി അലൈഹി സ്വലാം വരെ 10 പേരാണുള്ളത്. നൂഹ് നബി അലൈഹി സ്വലാം മുതൽക്ക് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇടയിൽ 9 പേരെയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വംശാവലി പറയുമ്പോൾ മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് എത്തുന്ന വംശാവലി നമുക്ക് ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ട രൂപത്തിൽ തന്നെ കാണാൻ കഴിയും. അത് ഇബ്രാഹിം നബി വഴി മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഴിയാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വംശാവലിയുടെ മറ്റൊരു പ്രത്യേകത, നേരത്തെ പറഞ്ഞതുപോലെ അദ്നാൻ വരെയുള്ള പരമ്പര സത്യസന്ധമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വളരെ ഉന്നതമായ ജീവിത രീതി, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഇടപെടലുകളിലും എല്ലാം വളരെ നല്ല മാന്യമായ ജീവിത രീതി പാലിച്ചു വന്ന ഒരു സമൂഹമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിലുള്ളവർ എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് വളരെ അത്ഭുതം നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വംശാവലിയിൽപ്പെട്ട ഓരോ പിതാമഹന്മാരുടെയും പേരുകൾ കാണാൻ കഴിയുന്നു മാത്രമല്ല, അതിൽ ഓരോരുത്തർക്കും എത്ര മക്കളുണ്ടായിരുന്നു എന്ന് പോലും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രവാചകനാണ്, പിൽക്കാലത്ത് ലോകം മുഴുവൻ അറിയാനുള്ള ഒരു നബിയാണ്, ലോകത്തിന് മുഴുവൻ ഹിദായത്തായി മാറാനുള്ള വചനങ്ങളാണ് റസൂലിൽ നിന്നും കേൾക്കാനുള്ളത് എന്നൊക്കെ അറിഞ്ഞുകൊണ്ടൊരു സമൂഹം ചെയ്തതെല്ലാം നമുക്കറിയാം. കാരണം റസൂലിലൂടെയാണ് ഒരു ലോക വ്യക്തിത്വം രൂപപ്പെട്ടു വരുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയും അതിൻ്റെ ഉപ്പയും വല്ലിപ്പയും ഇവരുടെയൊക്കെ
കൃത്യമായ പേരുകൾ, അതിൽ ഓരോരുത്തരുടെയും മക്കൾ, അവരെ സംബന്ധിച്ച് അത്യാവശ്യം വേണ്ടുന്ന വിവരങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നു എന്ന് വന്നാൽ, ആ ഒരു വംശാവലി എത്രത്തോളം കൃത്യതയോടുകൂടിയാണ് ആ കാലം മുതലേ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, ഇങ്ങനെ വരാനിരിക്കുന്ന ഒരു നബിയുടെ, ആ നബിക്ക് വേണ്ടി ആ നബിയുടെ വംശാവലിയെ അല്ലാഹു തആല എത്ര കൃത്യതയോടുകൂടിയാണ് സമൂഹത്തിൽ രേഖപ്പെടുത്തിയ നിലയിൽ തന്നെ ഇങ്ങോട്ട് എത്തിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ഒരു തലമുറയിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള കൃത്യത ആ 1400 കൊല്ലം മുമ്പുള്ള നബിയുടെ 20 പിതാക്കന്മാരുടെ ചരിത്രത്തിൽ പോലും നമ്മൾ കാണുമ്പോൾ അതൊരു വലിയ അത്ഭുതമായി നമുക്ക് തോന്നുകയാണ്. അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം നടന്നിട്ടുള്ള കാര്യം എന്ന് തന്നെ വേണം നമുക്ക് വിചാരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം കൃത്യത അത്രമേൽ ഉണ്ടാകണമെന്ന് അള്ളാഹു തീരുമാനിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ തങ്ങളുമായി ബന്ധപ്പെട്ട ആ വംശാവലി ഒരുപക്ഷെ ചരിത്രാതീത കാലത്തിലേക്ക് കടന്നുപോയെങ്കിൽ പോലും അവിടെയും കാണാൻ കഴിയുന്നത് കിട്ടുന്ന ചരിത്രത്തോളം വ്യക്തതയും കൃത്യതയും ഉള്ളതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ അല്ലാഹു തആല അത് സംരക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിൽ ഖുസൈൻ്റെ ചരിത്രം ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ചെറുതായി ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ഹാഷിമിൻ്റെ ചരിത്രവും സൂചിപ്പിച്ചു. ഹാഷിം മുതൽക്കുള്ള ഒരു ചരിത്രം നമ്മൾ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന് മുമ്പുണ്ടായ പ്രധാനപ്പെട്ട 1-2 സംഭവങ്ങളൊന്ന് സംസം കിണറിൻ്റെ സംഭവവും മറ്റൊന്ന് കഅബാലയത്തിനെതിരെ ഉണ്ടായ അക്രമത്തിൻ്റെ സംഭവമാണ്. ഈ 2 കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹന്മാരുടെ കാലഘട്ടത്തിൽ നിന്നും ഇന്നും നാം കേൾക്കുകയും പഠിക്കപ്പെടുകയും ചെയ്തതായിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ ഹാഷിം എന്ന് പറയുന്ന പിതാമഹൻ, അദ്ദേഹം ഷാമിലേക്ക് കച്ചവടയാത്ര നടത്തിയ ആളാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞു. അദ്ദേഹം ഷാമിലേക്കുള്ള കച്ചവട യാത്രയിൽ മദീനയിൽ നിന്നും ഒരു വിവാഹം കഴിച്ചു. മദീനയിൽ നിന്നും വിവാഹം കഴിച്ചതിൽ ഉണ്ടായ മകനാണ് ഷൈബ. ഷൈബത്തിൻ്റെ പേരാണ് അബ്ദുൽ മുത്തലിബ്. അപ്പം മദീനയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ വിവാഹത്തിൽ ഒരു മകനുണ്ടായി. വലിയ താമസമാകാതെ ഹാഷിം മരണപ്പെട്ടു പോവുകയും ചെയ്തു. ഇങ്ങനെ ഒരു വിവാഹം നടന്നതും ഹാഷിമിന് ഇങ്ങനെ ഒരു മകനുള്ളതും മക്കയിൽ ആർക്കും വലിയ അറിവില്ലാത്ത ഒരു അവസ്ഥയിൽ കാലം കുറേ മുമ്പോട്ട് പോയി. ഈ മകൻ മദീനയിലാണ് വളർന്നത്. മദീനയിൽ ഉമ്മയുടെ കുടുംബക്കാരോടൊപ്പം ഈ മകൻ വളർന്നു. അഥവാ ഹാഷിമിൻ്റെ മകനായ അബ്ദുൽ മുത്തലിബ് എന്നറിയപ്പെടുന്ന ഷൈബത്തുൽ ഹംദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഈ ഷൈബ മദീനയിൽ വളർന്നു വരികയാണ്. ഹാഷിമ് മരണപ്പെട്ടപ്പോൾ ഹാഷിമിന് ശേഷം മക്കയുടെ ഒരു നേതൃസ്ഥാനത്തേക്ക് വന്നത് മുത്തലിബ് എന്ന് പറയുന്ന ഹാഷിമിൻ്റെ സഹോദരനാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഹാഷിമിൻ്റെ സഹോദരങ്ങൾ ഒന്ന് മുത്തലിബ്, മറ്റൊന്ന് അബ്ദു ഷംസ്, മറ്റൊന്ന് നൗഫൽ. 4 മക്കളാണ് അബ്ദു മനാഫിനെന്ന് പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു ഹാഷിമിനെയും ബനു മുത്തലിബിനെയും പ്രത്യേകം പരിഗണിച്ചതൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഹാഷിമിൻ്റെയും മുത്തലിബിൻ്റെയും മക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിൻ്റെ നുബുവത്തിൻ്റെ ആദ്യകാലം മുതൽ പിന്തുണ നൽകിയവർ, നബിയോടൊപ്പം നിന്നവർ ഈ 2 പേരുടെയും പരമ്പരയിലുള്ളവരാണ്. അബ്ദു ഷംസ്, നൗഫൽ, ഈ 2 പരമ്പരയിലുള്ളവർ ആദ്യം മുതലേ എതിർപക്ഷത്താണ്. അബൂ സുഫിയാനെ പോലെ ഉള്ളവരൊക്കെ അബ്ദു ഷംസിൻ്റെ പരമ്പരയിലുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ ആദ്യം മുതലേ എതിർപക്ഷത്താണുള്ളത്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് മദീനയിൽ വളരുമ്പോൾ മക്കയിൽ മുത്തലിബാണ് അവിടെ ഗോത്ര സമൂഹം എന്ന നിലയിൽ അവരുടെ നേതൃത്വത്തിലുള്ളത്. മുത്തലിബ് ഈ വിവരം അറിയുകയാണ്. ഇങ്ങനെ സഹോദരന് മദീനയിലൊരു വിവാഹമുണ്ടെന്നും അതിലൊരു കുട്ടിയുണ്ടെന്നും ആ കുട്ടി മദീനയിൽ വളരുന്നുണ്ടെന്നും മുത്തലിബ് അറിയുകയാണ്. അങ്ങനെ മുത്തലിബ് മദീനയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് സഹോദരൻ്റെ മകനെ കണ്ടെത്തുന്ന ആ രംഗമൊക്കെ വളരെ വികാരനിർഭരമായ രീതിയിൽ താരീഖിൻ്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, സീറയുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്.
സഹോദരൻ്റെ മകനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയതായും വളരെ വൈകാരികമായ നിലയിൽ മകനെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ച് മക്കയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചതായിട്ടും, അപ്പോൾ കുടുംബക്കാർ അവന് അനുവദിച്ചില്ല, ഉമ്മയുടെ കുടുംബക്കാർ അനുവദിച്ചില്ല മുത്തലിബിനെ കൊണ്ടുപോകാൻ, അബ്ദുൽ മുത്തലിബിനെ കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. അപ്പോൾ മുത്തലിബ് പറഞ്ഞു, ഈ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് മാറിപ്പോരുത് കേട്ടോ, മുത്തലിബ് ഹാഷിമിൻ്റെ സഹോദരനാണ്, അബ്ദുൽ മുത്തലിബ് ഹാഷിമിൻ്റെ മകനാണ്. അങ്ങനെ പേര് വരുന്നതിനും കാരണം ഇത് തന്നെയാണ്. മുത്തലിബിൻ്റെ കൂടെ തന്നെ സ്ഥിരമായി നടന്നത് കൊണ്ടാണ് മക്കക്കാർ അദ്ദേഹത്തിന് അബ്ദുൽ മുത്തലിബ് എന്ന് പേരിട്ടതും. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഷെയ്ബ എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ കുടുംബക്കാർ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മക്കയിലെ ഉന്നതമായ ഒരു സ്ഥാനത്തേക്കാണ് ഞങ്ങൾ നിങ്ങളുടെ മകനെ കൊണ്ടുപോകുന്നത്. ഒരു തരത്തിലുള്ള പ്രയാസത്തിനും വേണ്ടിയല്ല, വളരെ പരിഗണനാർഹമായ ഒരു സ്ഥാനത്തേക്കാണ് നിങ്ങളുടെ ഈ മകൻ എത്താൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി മുത്തലിബ് അബ്ദുൽ മുത്തലിബിനെയുമായി അഥവാ ഷെയ്ബയെയുമായി മക്കയിലെത്താൻ. അങ്ങനെ ഒരു ദിവസം ഇവർ ഇങ്ങനെ രണ്ടാളും കൂടെ ഒരു വാഹനത്തിൽ വന്നിറങ്ങുന്നത് കാണുന്നു. അപ്പോഴാണ് ജനങ്ങൾ ഇദ്ദേഹത്തിന് അബ്ദുൽ മുത്തലിബ് എന്ന് പേര് വെച്ചതെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഏതായാലും മുത്തലിബ് മക്കയിൽ സുപരിചിതനായി, ജനങ്ങളുടെ ഇടയിൽ സാധാരണ അറിയപ്പെടുന്ന ആളായി. നടക്കുന്നത് മുഴുവൻ ഉപ്പയുടെ സഹോദരൻ്റെ കൂടെയാണ്. ഉപ്പ നേരത്തെ മരണപ്പെട്ടതാണ്. അങ്ങനെ മുത്തലിബും മരണപ്പെടുന്നു. മുത്തലിബിൻ്റെ മരണശേഷം അബ്ദുൽ മുത്തലിബിൻ്റെ കയ്യിലേക്ക് മക്കയുടെ ഈ നേതൃസ്ഥാനം എത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയുടെ ഉപ്പ വല്യുപ്പയിലേക്ക് മക്കയുടെ നേതൃസ്ഥാനം. ഈ പറഞ്ഞ പിതാക്കന്മാരുടെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു വളരെ ഉന്നതമായ സ്വഭാവ ഗുണങ്ങളുള്ളവരായിരുന്നു ഇവരെല്ലാവരും. മുത്തലിബിനെ മക്കയിൽ അറിയപ്പെട്ടത് ഫയ്യാദ് എന്നാണ്. ഫയ്യാദ് അഥവാ അത്ര വലിയ ധർമ്മിഷ്ഠനായിരുന്നു. സമ്പത്ത് ധാരാളമായി നന്മയുടെ വഴിയിൽ ചെലവഴിച്ചുകൊണ്ട്, ഫയ്യാദ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു വെക്കാൻ കഴിയാതെ പൊട്ടി ഒലിക്കുന്ന ഉറവിനാണ് ഫയ്യാദ് എന്ന് പറയുന്നത്. ഫയ്യാദ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവശ്യത്തിലേറെ പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധർമ്മത്തിൻ്റെ നീരുറവയായിരുന്നു മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് എന്ന് മക്കക്കാർ പേര് വെച്ചു. ഹാഷിമാണ് അഥവാ അബ്ദുൽ മുത്തലിബിൻ്റെ ഉപ്പയായ ഹാഷിമാണ് ഹജ്ജിന് വരുന്നവർക്കൊക്കെ ആഹാര സാധനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങിയതെന്ന് ഒക്കെ ചരിത്രത്തെ നമുക്ക് കാണാൻ കഴിയും. വലിയ ഉദാരന്മാരും ധീരന്മാരും അങ്ങനെയുള്ള യോഗ്യതയുടെ ഗുണങ്ങളൊക്കെ ഉള്ളൊരു സമൂഹം. അബ്ദുൽ മുത്തലിബ് മക്കയുടെ ഉത്തരവാദിത്വ സ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷമാണ് ഒരു ദിവസം ഹിജർ ഇസ്മായിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നം 3 ദിവസം ആവർത്തിക്കപ്പെട്ടു. ഒരു സ്വപ്നം കാണുന്നു, തൈബ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ കണ്ടെത്തണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് തൈബ? അപ്പോൾ വന്നയാളൊന്നും മറുപടി പറയുന്നില്ല, അയാൾ പോവാണ്. വീണ്ടും അടുത്ത ദിവസം വരുന്നു, മറ്റൊരു വാക്ക് പറയുന്നു, ആ സ്ഥലം കണ്ടെത്തണമെന്ന് പറയുന്നു. എന്താണ് ആ സ്ഥലം എന്ന് ചോദിക്കുന്നു, മറുപടി പറയാതെ പോകുന്നു. ഇങ്ങനെ കുറേ വിശദമായിട്ട് ഈ സ്വപ്നം നമുക്ക് സീറയുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഏതായാലും 4-ാമത്തെ ദിവസം, അപ്പോൾ 2-ാമത്തെ 3-ാമത്തെ ദിവസമാകുമ്പോൾ ഹിജർ ഇസ്മായിലിൽ അതേ സമയത്ത് ചെന്ന് കിടന്നുറങ്ങും അബ്ദുൽ മുത്തലിബ്. 4-ാമത്തെ ദിവസം ഒരാൾ വരുന്നു, സംസം കിണറിൻ്റെ സ്ഥാനം ഇന്ന സ്ഥലമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മക്കയിൽ ജറുഹും ഗോത്രക്കാർ വന്ന് താമസമാക്കി. അവർ പിൽക്കാലത്ത് വലിയ അക്രമികളായി മാറിയപ്പോൾ അവരെ ആ നാട്ടിൽ നിന്നും ഓടിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ അവർ നാട് വിട്ടു പോയതാണെന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അവർ പോകുന്ന സമയത്ത് ഈ കിണർ മൂടി, കിണറിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഇട്ട് അത് നിറച്ച് അത് മൂടിയിട്ടാണ് പോകുന്നത്. പിന്നെ കുറേ നാളുകളിലേക്ക് സംസം കിണർ ഏതാണെന്ന് അറിയപ്പെട്ടിട്ടില്ല. അബ്ദുൽ മുത്തലിബിൻ്റെ കാലത്ത് സ്വപ്നത്തിലൂടെയാണ് സംസം കിണറിൻ്റെ സ്ഥാനം അറിയിക്കപ്പെടുന്നത്. അബ്ദുൽ മുത്തലിബ് ആ പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുഴിക്കുമ്പോൾ ഇവർ ഉപേക്ഷിച്ചു പോയ പല സാധനങ്ങളുമുണ്ട്. കിണറിൻ്റെ ചുറ്റുഭിത്തി കാണുന്നു. അപ്പോൾ അദ്ദേഹം വലിയ സന്തോഷത്തിലാകുന്നു. ബാക്കി കുഴിക്കുമ്പോൾ
സംസമിൻ്റെ വറ്റാത്ത ആ നീരുറവ് അവിടെ വീണ്ടും അബ്ദുൽ മുത്തലിബ് തിരിച്ചെടുക്കാൻ. അതോടുകൂടി ജനങ്ങളുടെ ചർച്ചയും സംസാരങ്ങളുമൊക്കെ മറ്റൊരു വഴിയിലായി. കാരണം ഒരു അത്ഭുത വെള്ളത്തിൻ്റെ അധികാരിയായി, ഉടമയായി അബ്ദുൽ മുത്തലിബ് മാറിയിരിക്കുകയാണ്. അപ്പോൾ കുടുംബക്കാരായ ഹാഷിം ഗോത്രത്തിൽപ്പെട്ട, ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട മറ്റു പലരും വന്നിട്ട് പറയാൻ തുടങ്ങി, അബ്ദുൽ മുത്തലിബ് ഇത് നിൻ്റെ സ്വന്തമൊന്നുമല്ല, ഇത് ഞങ്ങൾ പൂർവികരായി കൊണ്ടു നടന്ന സാധനമാണ്, ഒരു കാലത്ത് നഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ട് സ്വന്തമാക്കാൻ അനുവാദമില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിനകത്ത് അവകാശമുണ്ടെന്ന് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും അവകാശമില്ല, ഇത് എനിക്ക് കാണിക്കപ്പെട്ട സ്വപ്നത്തിലൂടെ ഞാൻ കണ്ടെത്തിയതാണ്, അതുകൊണ്ട് ഇതെൻ്റെ നിയന്ത്രണത്തിലും എൻ്റെ ഉത്തരവാദിത്തത്തിലും തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് വലിയ തർക്കത്തിന് കാരണമായി. തർക്കത്തിൻ്റെ ദീർഘമായ വശങ്ങളൊക്കെ ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മധ്യസ്ഥനെ കാണാൻ വേണ്ടിയിട്ട് ഇവർ യാത്രയാകുന്നതും, അങ്ങനെ യാത്രയുടെ മധ്യത്തിൽ ഇവർക്ക് വെള്ളം നഷ്ടപ്പെടുന്നതും, അങ്ങനെ കുറേ ദീർഘമായ ചരിത്രങ്ങളുണ്ട്. ഏതായാലും അവസാനം അബ്ദുൽ മുത്തലിബ് തന്നെ ഇതിൻ്റെ ഉടമ എന്ന് അവർക്ക് അംഗീകരിക്കേണ്ടതായി വന്നു. യാത്രയിലുണ്ടായ ചില അനുഭവങ്ങളിലൂടെ, അഥവാ യാത്രയിൽ വെള്ളം തീരുകയാണ്. അബ്ദുൽ മുത്തലിബും കൂടെ ഉണ്ടായിരുന്നവരുടെയും കയ്യിൽ സൂക്ഷിച്ചിരുന്ന വെള്ളം തീർന്നു. മറുസംഘത്തിൻ്റെ കയ്യിൽ വെള്ളമുണ്ട്. അപ്പോൾ ആ മറുസംഘത്തിനോട് അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ ഉള്ള ഒരു വെള്ളം ചോദിച്ചു, ഞങ്ങളുടെ കയ്യിലുള്ള വെള്ളം തീർന്നു, അതുകൊണ്ട് കുടിക്കാൻ വെള്ളം തരണമെന്ന് ആവശ്യപ്പെട്ടു. അവർ വെള്ളം കൊടുക്കാൻ തയ്യാറായില്ല. വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ മധ്യസ്ഥനെ കാണാനാണ് ഇവർ പോകുന്നത്. അവിടെയും പ്രശ്നം, വെള്ളത്തിൻ്റെ പ്രശ്നം തന്നെ ഉണ്ടായി. അപ്പോൾ വെള്ളം ചോദിച്ചപ്പോൾ ഇവർ കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ അവിടെ നിന്ന് അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെയുള്ള ആൾക്കാർ കിണർ കുഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ പല മാർഗങ്ങൾ നോക്കുന്നു. വെള്ളമില്ലാതെ ഇവർക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. അവസാനം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, നമ്മൾ ഇവിടെ കിടന്നിങ്ങനെ പ്രയാസപ്പെടണ്ട, നമുക്കൊരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കിയാൽ ചിലപ്പോൾ വെള്ളം കിട്ടും എന്ന് പറയുന്നു. അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിൻ്റെ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തിനെ എഴുന്നേൽപ്പിക്കുന്നു. എഴുന്നേൽപ്പിച്ച സ്ഥലത്ത് അവിടെ ഒരു ഉറവയുണ്ടായി എന്നാണ് ചരിത്രം കാണുന്നത്. അവിടെ ഒരു ഉറവയുണ്ടായി, മറ്റിടത്തുണ്ടായതുപോലെ ഒരു അത്ഭുതം. അപ്പോൾ അബ്ദുൽ മുത്തലിബ് ആവശ്യത്തിനുള്ള വെള്ളം ശേഖരിച്ചു. ഇതൊക്കെ റഹീഖുൽ മഖ്തൂം പോലുള്ള ഗീതങ്ങളിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ആവശ്യത്തിലുള്ള വെള്ളം എടുത്തു. കൂടെ ഉള്ളവരോട്, മറുസംഘത്തിലുള്ള തർക്കത്തിൽ നിൽക്കുന്ന സംഘത്തോട് പറഞ്ഞു, നിങ്ങൾക്കും ആവശ്യത്തിലുള്ള വെള്ളം ഇവിടെ നിന്ന് എടുക്കാം എന്ന് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ്, ഇനി നമ്മൾ തമ്മിൽ തർക്കിക്കണ്ട, വെള്ളം നിങ്ങളുടേതാണ്. കാരണം നിങ്ങൾക്ക് ആവശ്യം വരുമ്പോഴെല്ലാം വെള്ളത്തിൻ്റെ അത്ഭുത സഹായം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഇനി നമ്മൾ ഈ വെള്ളത്തിൻ്റെ കാര്യം തർക്കിക്കണ്ട, നമുക്ക് മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞ് പാതി വഴിയിൽ നിന്നും അവർ മടങ്ങി വന്നു എന്നും അബ്ദുൽ മുത്തലിബിന് സംസമിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ അബ്ദുൽ മുത്തലിബ് ഒരു വലിയ പ്രതിസന്ധിയിൽപ്പെട്ടു. കാരണം സഹായിക്കാൻ കൂടെ ആളില്ല. മറ്റു ഭാഗത്ത് സംഘങ്ങളുണ്ട്, അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ ആളില്ല. അപ്പോൾ അബ്ദുൽ മുത്തലിബ് ഒരു നേർച്ച ചെയ്തു, എനിക്ക് 10 മക്കളുണ്ടാകുകയാണെങ്കിൽ എനിക്കുണ്ടാകുന്ന ഇത്തരം പരീക്ഷണങ്ങളിൽ എന്നെ സഹായിക്കാൻ, ശത്രുക്കളുടെ ഭാഗത്ത് അല്ലെങ്കിൽ മറുചേരിയിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകൾക്ക് ഒപ്പം നിൽക്കാനും സഹായിക്കാനും 10 മക്കളുണ്ടാകുകയാണെങ്കിൽ അതിൽ ഒരാളെ കഅബയുടെ അടുക്കൽ കൊണ്ടുപോയി ഞാൻ ബലി കൊടുക്കുമെന്ന് അബ്ദുൽ മുത്തലിബ് ഒരു നേർച്ച ചെയ്തു. അങ്ങനെ അബ്ദുൽ മുത്തലിബിന് 10 മക്കളുണ്ടായി. 10 ആൺമക്കളും 6 പെൺമക്കളും, 16 കുട്ടികളാണ് അബ്ദുൽ മുത്തലിബിന്. നമുക്കറിയുന്നത് പോലെ അബ്ദുള്ള ഒരു അറിയാവുന്ന പേരാണ്. പിന്നെ ഹംസ അറിയാവുന്ന പേരാണ്, ഹംസ റളിയല്ലാഹു അൻഹു. അബ്ബാസ് റളിയല്ലാഹു അൻഹു അറിയാവുന്ന പേരാണ്. പിന്നെ അബൂ താലിബ്, പിന്നെ അബൂ ലഹബ്, ഇതൊക്കെ നമുക്കറിയാവുന്ന പേരാണ്. ഇതൊക്കെ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളാണ്. അങ്ങനെ 10 മക്കളുണ്ടായി കഴിഞ്ഞപ്പോൾ ഒരാളെ ബലി കൊടുക്കണമല്ലോ. അങ്ങനെ നറുക്കിട്ടു. നറുക്ക് അബ്ദുള്ളക്ക് വീണു. അബ്ദുള്ള വളരെ സുന്ദരനാണ്, ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. അബ്ദുള്ള വളരെ സുന്ദരനാണ്, സുമുഖനാണ്, കാണാൻ നല്ല യോഗ്യനാണ്, എല്ലാം കൊണ്ടും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അബ്ദുള്ള. അപ്പോൾ അബ്ദുള്ളക്ക് നറുക്ക് വീണു. അബ്ദുള്ളനെയും കൊണ്ട് അബ്ദുൽ മുത്തലിബ് അന്നത്തെ അവസ്ഥയിൽ ബലി കൊടുക്കാൻ വേണ്ടി കഅബയിലേക്ക് പോയി. അപ്പോൾ നാട്ടുകാരൊക്കെ കണ്ടു ബലി കൊടുക്കാൻ പോകുന്ന അബ്ദുള്ളനെ. അബ്ദുൽ മുത്തലിബ്, നിങ്ങൾ ഈ മോനെ ബലി കൊടുക്കരുതേ, വേറെ ആരെങ്കിലും കൊടുക്കരുത്, ഇയാളെ കൊടുക്കരുതേ. ആ പറഞ്ഞ കൂട്ടത്തിൽ അബൂ താലിബ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നറുക്ക് വീഴാൻ സാധ്യതയുള്ള ആരാളാണ്? അബൂ താലിബ്. ഇനി ഒരു നറുക്കിട്ടാൽ ഒരുപക്ഷെ ആ നറുക്ക് വീഴാൻ സാധ്യത ഉള്ള ഒരു മകനാണ് അബൂ താലിബ്. ആ അബൂ താലിബ് പോലും പറഞ്ഞു എന്നാണ്
ഈ മകനെ നിങ്ങൾ ബലി കൊടുക്കരുതെന്ന്. അപ്പോൾ പിന്നെ അന്നത്തെ മതപരമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് പ്രശ്നത്തിന് പരിഹാരം? അപ്പോൾ പറഞ്ഞു, അബ്ദുല്ലാനെ വെക്കുക, 10 ഒട്ടകത്തിനെയും വെക്കുക, എന്നിട്ട് നറുക്കിടുക. ആ 10 ഒട്ടകത്തിനാണ് നറുക്ക് വീഴുന്നതെങ്കിൽ 10 ഒട്ടകത്തിന് ബലി കൊടുത്താൽ മതി. അങ്ങനെ പറഞ്ഞു. അങ്ങനെ 10 ഒട്ടകവും അബ്ദുല്ലായും നറുക്കിട്ടു. അബ്ദുല്ലാക്ക് തന്നെ നറുക്ക്. വീണ്ടും 10 ഒട്ടകവും അബ്ദുല്ലായും, വീണ്ടും അബ്ദുല്ലാക്ക് തന്നെ നറുക്ക്. വീണ്ടും 10 ഒട്ടകവും അബ്ദുല്ലായും നറുക്ക് അബ്ദുല്ലാക്ക് തന്നെ. 10 പ്രാവശ്യം. അങ്ങനെ 100 ഒട്ടകം അബ്ദുല്ലാക്ക് പകരം അബ്ദു മനാഫ് ബലി കൊടുത്തു. അങ്ങനെയാണ് ജാഹിലിയത്തിൽ ഒരു മനുഷ്യനെ കൊന്നാൽ പകരമായി കൊടുക്കേണ്ടത് 100 ഒട്ടകമാണ് എന്നുള്ള നടപടിക്രമം ജാഹിലിയത്തിൽ ഉണ്ടായത് എന്നും ഇസ്ലാം അത് നിലനിർത്തുകയും ചെയ്തു. നമുക്കറിയാമല്ലോ, 100 ഒട്ടകമാണ് അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അബ്ദുല്ലായെ ആ ബലിയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് 100 ഒട്ടകത്തിന് പകരം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന ഇബ്നു ദബീഹൈൻ, ഞാൻ 2 ദബീഹിൻ്റെ മകനാണ്, ഇസ്മായിലും അബ്ദുല്ലായും. ഏതായാലും അബ്ദുൽ മുത്തലിബിൻ്റെ കാലഘട്ടം വളരെ നല്ലൊരു കാലഘട്ടമാണ്. സംസമിൻ്റെ തിരിച്ചുവരവും അതുപോലുള്ള സംഭവങ്ങൾ. പിന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് അബ്ദുള്ളയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഏറ്റവും യോഗ്യനും സുന്ദരനും സുമുഖനും കാഴ്ചയിൽ എല്ലാവിധ ഒരു സമ്പൂർണ്ണ വ്യക്തിത്വത്തിന് വേണ്ടുന്ന ചേരുവകളെല്ലാമുള്ള ഒരു വ്യക്തിയായിരുന്നു മഹാനായ അബ്ദുള്ള എന്ന് പറയുന്നത്. അങ്ങനെ അബ്ദുള്ളയും ആമിനയുമായി വിവാഹം കഴിക്കുന്നു. ആ വിവാഹത്തിന് ശേഷം അധിക നാൾ കഴിയാതെ അബ്ദുൽ മുത്തലിബ് മദീനയിലുള്ള തോട്ടത്തിലെ ഈന്തപ്പന പഴങ്ങൾ ശേഖരിക്കാൻ എന്നാണ് ചില ചരിത്രത്തിൽ കാണുന്നത്, ചില ചരിത്രത്തിൽ കച്ചവട യാത്ര എന്നാണ് കാണുന്നത്. ഏതായാലും ആ യാത്രയിൽ അബ്ദുള്ള മരണപ്പെടുകയാണ്. മദീനയിൽ വെച്ചാണ് മരണപ്പെട്ടത്. അപ്പോൾ കുടുംബക്കാർ അവിടെയുണ്ട്. അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബക്കാരവിടെയാണല്ലോ ഉള്ളത്. ആ സ്ഥലത്താണ് അബ്ദുള്ള മരണപ്പെട്ടത്. അബ്ദുള്ള മരണപ്പെട്ട വിവരം അറിയുമ്പോൾ ആമിന ചില കവിതകൾ പാടുന്നുണ്ട്. വളരെ ആശയസമ്പന്നമായ കവിതയാണത്. അബ്ദുള്ള ആരാണെന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന നല്ലൊരു 4-5 വരിയുള്ള കവിത ആമിന പാടുന്നുണ്ട്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ അബ്ദുള്ള എന്ന് പറയുന്ന പിതാവ് ഈ ലോകത്ത് നിന്ന് യാത്രയാകുകയാണ്. ചില ചരിത്രകാരന്മാർ റസൂല് ജനിച്ച് 2 മാസം കഴിഞ്ഞിട്ടാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ പ്രബലമായ പക്ഷം റസൂലും ജനിക്കുന്നതിന് മുമ്പെന്ന് തന്നെയാണ്. മറ്റൊരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബ്രഹത്തിൻ്റെ കാലഘട്ടത്തുണ്ടായ കഅബ തകർക്കാൻ വേണ്ടി വന്ന സംഭവം. അതിൻ്റെ ചില തുടക്ക ഭാഗങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. അബ്രഹത്ത് എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ഉണ്ടായത് എന്ന്. അദ്ദേഹം സൻആയിൽ ഒരു വലിയ കനീസ ഉണ്ടാക്കി. ഇവർ ക്രിസ്ത്യാനികളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അബ്രഹത്ത് എന്ന് പറയുന്ന സംഘം അവർ ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു കനീസ സൻആയിലുണ്ടാക്കി. മക്കയിലേക്ക് വരുന്ന എല്ലാവരും സൻആയിലുള്ള ഈ സ്ഥലത്തേക്ക് വരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. മക്കയിലെ ജനങ്ങൾ അവിടെ ഒരുമിച്ച് കൂടുന്നത് പോലെ എല്ലാവരും ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്നും സൻആയിലേക്ക് കനീസയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചു. അതിനുവേണ്ടിയാണ് അദ്ദേഹം വലിയ ഒരു കെട്ടിടമൊക്കെ ഉണ്ടാക്കിയത്, ഒരു കനീസൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ അത് ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല, ഈ ലക്ഷ്യമാണ് ഇദ്ദേഹത്തിന് അറിഞ്ഞപ്പോൾ വളരെ അപമര്യാദയായി, വളരെ മോശമായ രീതിയിൽ ചില ആൾക്കാർ ആ കനീസയോട് പെരുമാറിയെന്നും അതിൽ ദേഷ്യപ്പെട്ടിട്ടാണ് അബ്രഹത്ത് പെട്ടെന്ന് കഅബാലയം തകർക്കാൻ വേണ്ടി മക്കയിലേക്ക് വന്നതെന്നാണ്. 60,000 പേരാണ് ആ സംഘത്തിലുണ്ടായിരുന്നതെന്നാണ്. 60,000. അന്നത്തെ ഒരു ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ 60,000 എന്ന് പറയുന്നത് ഒരാൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സൈന്യമാണ്. അപ്പോൾ ചെറിയ തയ്യാറെടുപ്പിലൊന്നും അല്ല അദ്ദേഹം വന്നത്, വലിയ തയ്യാറെടുപ്പിലാണ്. എന്ന് മാത്രമല്ല, ഇന്നത്തെ പോലെ കെട്ടിടം പൊളിക്കാനുള്ള സംവിധാനങ്ങളൊന്നും അന്നില്ലല്ലോ, JCB ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ആനകളെയാണ് കൊണ്ടുവന്നത്. 9 ആനകളുണ്ടായിരുന്നു എന്നും 12 ആനകളുണ്ടായിരുന്നു എന്നൊക്കെ കാണാം. ഏതാണെങ്കിലും ആനകളുടെ ഒരു സംഘം തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വലിയൊരു സൈന്യവും വന്നു. ഈ സൈന്യം കണ്ടപ്പോൾ തന്നെ മക്കക്കാർക്ക് മനസ്സിലായി ഇതിനെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് മക്കയിലുള്ളവരെല്ലാം ഓടി ഒളിച്ചു പല സ്ഥലങ്ങളിലായി. മലകളുടെ മുകളിലും
ജനങ്ങൾ പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയാത്ത, ഈ സംഘത്തിന് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ഓടി ഒളിച്ചു. വാദി മുഹസ്സിർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. പിന്നീടാണ് അതിന് വാദി മുഹസ്സിർ എന്ന് പേര് വന്നത്. മിനായുടെയും മുസ്ദലിഫയുടെയും ഇടയിലുള്ള സ്ഥലമാണത്. അവിടെ വന്ന് ഇവർ നിന്നു. സൈന്യം തമ്പടിച്ചു. അവിടെ നിന്ന് മുമ്പോട്ട് പോകാൻ ആന തയ്യാറാകുന്നില്ല. മറ്റു വഴികളിലേക്കൊക്കെ, കഅബയുടെ ദിക്കല്ലാത്ത മറ്റ് ദിക്കുകളിലേക്കൊക്കെ ആന സഞ്ചരിക്കാൻ തയ്യാറാണ്. മറു ദിശയിലേക്ക് പോകാം, ഇടത് ദിശയിലേക്കോ വലതു ഭാഗത്തേക്കൊക്കെ ആന പോകുന്നുണ്ട്. പക്ഷേ മുൻഭാഗത്തേക്ക് മാത്രം ആന പോകാൻ തയ്യാറാകുന്നില്ല, മുമ്പോട്ട് പോകുന്നില്ല. അപ്പോൾ ആന മുമ്പോട്ട് പോയാലേ ലക്ഷ്യം നേടാൻ കഴിയുള്ളൂ. ഇത് കഅബയെ തകർക്കണമെങ്കിൽ ഇതെത്തണം. അപ്പോൾ ഈ സംഘം ആനകൾ മുമ്പോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് വാദി മുഹസ്സിർ എന്ന് പേര് വന്നത്. മുഹസ്സിർ എന്ന് പറഞ്ഞാൽ എന്താ? നിരാശയോടുകൂടി പിൻവാങ്ങിയ സ്ഥലം. അങ്ങനെ നിരാശയോടുകൂടി ഈ സംഘം പിൻവാങ്ങേണ്ടി വരികയാണ് ആ സ്ഥലത്ത് നിന്ന്. അതിന് പിന്നീട് വാദി മുഹസ്സിർ എന്ന് പേരുണ്ടായി. അപ്പോഴാണ് അബാബീലിൻ്റെ സംഘം വരുന്നതും. ചെറിയ കിളികളാണ്, ചെറിയ കല്ലുകളാണ്, വലിയ ആനകളെ നശിപ്പിക്കാനാണ് വന്നത്. ഓരോ പക്ഷിയുടെ കയ്യിലും 3 ചെറിയ കല്ലുകളുണ്ടായിരുന്നു. ആ കല്ലുകൾ കുറച്ച് ആൾക്കാരുടെ പുറത്തേക്ക് ഇട്ടുള്ളൂ, എല്ലാവരുടെയും പുറത്തൊന്നും ഇട്ടില്ല. പിന്നെ 60,000 പേരുള്ളവരിൽ കുറച്ച് പേരുടെ ശരീരത്തേക്ക് വലിയ മാരകമായ അപകടം ഉണ്ടാക്കുന്ന സാധനം വന്ന് വീണ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ട ഓട്ടമാകും. ഒന്നിൻ്റെ മേലെ അടുത്തത് വീഴും. നമുക്കറിയാമല്ലോ, ഒരു വലിയ സംഘത്തിൻ്റെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കൂട്ട ഓട്ടം നടക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? ഓരോരുത്തരും വീഴാൻ തുടങ്ങും, വീണ ആളുടെ പുറത്തൂടെ വീഴും, അതിന് അടുത്ത ആൾ വീഴും. ഇങ്ങനെ അതിലൂടെ ഉണ്ടായ അപകടങ്ങളിലൂടെയാണ് ഈ സംഘം മരണപ്പെട്ടത് എന്നും അതുപോലെ നേരിട്ട് അക്രമത്തെ ഏറ്റിട്ടും മരണപ്പെട്ടു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ഏതായാലും ഈ സംഘം വളരെ ദയനീയമായി പരാജയപ്പെട്ടു പോവുകയും അള്ളാഹുവിൻ്റെ കൃത്യമായ ഇടപെടൽ ആ സംഘത്തിനെതിരെ ഉണ്ടാവുകയും കഅബാലയം സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. കഅബാലയത്തിൻ്റെ കാര്യത്തിൽ അല്ലാഹു തആല നൽകിയ പ്രത്യേകമായ ഒരു സംരക്ഷണത്തിൻ്റെ ചരിത്രവും കൂടെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബിൻ്റെ ജീവിത കാലഘട്ടത്തിലുണ്ടായത്. ഇങ്ങനെ ഈ 2 സംഭവങ്ങളാണ് പ്രധാനമായും നബിയുടെ ജനനത്തിനു മുമ്പ് മക്കയിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വംശാവലി അദ്നാൻ വരെയുള്ള നാമങ്ങളെങ്കിലും ഓർമ്മ വയ്ക്കാൻ കഴിയുന്നവർ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ചെറിയ രീതിയിലെങ്കിലും അതൊക്കെ ഒന്ന് വായിക്കാനൊക്കെ ശ്രമിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വംശാവലിയുടെ ഒരു പ്രത്യേകത അത് വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി മനസ്സിലാക്കാനും പിൻപറ്റാനും തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.